എല്ലാവരും അറിഞ്ഞു കാണും ഇന്നലെ തിരുവനന്തപുരം സൂവിൽ നടന്ന വെരി അൺഫോർച്ചുനേറ്റായ ഒരു ഇൻസിഡൻറ്റ്. എന്താണ് ആ കൂട്ടിൻ്റെ ഉള്ളിൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നടന്നതെന്ന് ആർക്കും ഇനി പറയാൻ പറ്റില്ല. പാമ്പ് കടിയേറ്റാൽ എന്തു വേണം? വിഷഹാരി, വിഷവൈദ്യൻ, അവരുടെ അടുത്തൊന്നും കൊണ്ടുപോകരുത്. എല്ലാം അന്ധവിശ്വാസങ്ങളാണ്. പ്രണാം ഫ്രം വിജയ് നീലകണ്ഠൻ. ഞാനൊരു ഇക്കോ സോഷ്യോ കൾച്ചറൽ ഇൻ്റർവെൻഷനിസ്റ്റാണ്. കഴിഞ്ഞ ഒരു 26-27 വർഷങ്ങളായിട്ട് നേച്ചർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫീൽഡ് അക്രോസ് ഇന്ത്യ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സീക്കർ ഇതിനെപ്പറ്റി, കാടിനെ പറ്റിയും മൃഗങ്ങളെ പറ്റിയും പഠിക്കാനുള്ള ഒരു പാഷൻ ബേസ്ഡിലാണ് ഈ ലൈനിൽ വരുന്നത്. ഐ വുഡ് ലൈക്ക് ടു ബി ആൻ ഇൻ്റർപ്രിറ്റർ. കാരണം മറ്റുള്ളവർക്ക് ഞങ്ങൾക്കറിയുന്ന അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആസ് ആൻ ഇൻ്റർപ്രിറ്റർ. എല്ലാവരും അറിഞ്ഞു കാണും ഇന്നലെ തിരുവനന്തപുരം സൂവിൽ നടന്ന വെരി അൺഫോർച്ചുനേറ്റായ ഒരു ഇൻസിഡൻറ്റ്. ഇപ്പോൾ എന്താണ് ആ കൂട്ടിൻ്റെ ഉള്ളിൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നടന്നതെന്ന് ആർക്കും ഇനി പറയാൻ പറ്റില്ല. കാരണം പറയേണ്ട ആൾ അൺഫോർച്ചുനേറ്റ്ലി ഇന്നില്ല. പിന്നെ വോയിസ്ലെസ്സായ ക്രീച്ചർ കിങ് കോബ്രയാണ്, പറയാനും പറ്റില്ല. സോ എല്ലാ ഊഹാപോഹങ്ങളാണ് എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടാവുക എന്നുള്ളതിൻ്റെ. ബട്ട് ലെറ്റ് മീ ടെൽ യു വിത്ത് മൈ എക്സ്പീരിയൻസ്, പെർട്ടിക്കുലർലി വിത്ത് കിങ് കോബ്രാസ്. ഒരു കാലഘട്ടത്തും കിങ് കോബ്ര ഇങ്ങോട്ട് വന്ന് മനുഷ്യരെ കടിക്കില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ റെസ്ക്യൂവേഴ്സ് ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ല. കാടിൻ്റെ അരികിൽ താമസിക്കുന്ന എത്രയോ മനുഷ്യർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല. കാരണം അത്രത്തോളം കിങ് കോബ്രാസ് ഇന്ന് ഔട്ട്സ്കേർട്സ് ഓഫ് നമ്മുടെ കേരള കർണാടക ബോർഡറായാലും ശരി, ബീഹാർ ആയാലും ശരി, ഉത്തരാഖണ്ഡ് ആയാലും ശരി, ആസാം ആയാലും ശരി, ഹിമാചൽ പ്രദേശ് ആണെങ്കിലും ശരി, എല്ലാ സ്ഥലത്തുമുണ്ട്. ദേ ഫോളോ ലോ ഓഫ് നേച്ചർ. സോ അതുകൊണ്ട് നമുക്ക് കിങ് കോബ്ര എന്ന ഒരു പാമ്പിനെ ഇന്നലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന പേരിൽ ആരും അവരെ വില്ലനാക്കരുത്. എന്താണ് അവിടെ നടന്നത് എന്ന് കണ്ടുപിടിക്കാൻ എല്ലാവരും ശ്രമിക്കാം. നമ്മുടെ ഭാരതത്തിൽ പണ്ട് മുതൽ തന്നെ നാഗാരാധനയും അതുപോലെ തന്നെ കാവുകളുമുള്ള ഏരിയ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഭാഗത്ത് നമ്മൾ പാമ്പുകളെ പൂജിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മൾ പാമ്പുകളെ കാണുമ്പോൾ വടിയെടുക്കുന്നവരാണ്. പാമ്പ് ഞങ്ങളുടെ സമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന് ഇത്രയും അധികം ഒരു അൺസങ് ഹീറോ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഇന്ന് WHO തന്നെ ഒരു റിപ്പോർട്ട് തന്നെയുണ്ട്. 34% ഓഫ് ദ ഡിസീസ് വരുന്നത് എലികളെ കൊണ്ടാണ്. അവരുടെ രോമം, അവരുടെ എക്സ്ക്രീറ്റ, അവരുടെ മറ്റ് വിധത്തിലുള്ള ഉപദ്രവങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈവൻ സ്കിൻ ഡിസീസ്, ഡയറിയ, പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നത്. സോ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ 4 പരിസരത്തും നിൽക്കുന്ന പാമ്പുകളാണ്. ആൻഡ് തിങ്ക് ഓഫ് ആൻ റാറ്റ് ഓർ എ മൈസ്. എത്ര പെട്ടെന്നാണ് അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആൻഡ് എത്രയാണ് അവർ നമ്മുടെ ഫാമേഴ്സിന്, നമ്മുടെ ക്രോപ്സിന് നഷ്ടം വരുത്തുന്നത്. സോ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മളൊരു നെഗറ്റീവ് ഫീലോടെ കാണരുത്. ഭയം വേണം. ഒരു വിഷമുള്ള പാമ്പ് കടിച്ചാൽ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് അതിൻ്റേതായ ദോഷങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ വരും. പക്ഷേ അതിനെ ഭയത്തോടെയല്ല, നമ്മളതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് എത്രയോ മരുന്നുകൾ പാമ്പിൻ്റെ വെനം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പാമ്പിൻ്റെ വെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ലെവൽ ഓഫ് പ്രോട്ടീനാണ്. ഈവൻ ദർ ഇസ് എ റിസർച്ച് ഗോയിങ് ഓൺ. ഡയബറ്റിക്സ് വരെ ഇനി പാമ്പിൻ്റെ വെനം കൊണ്ട് ചെയ്യാമെന്നുള്ളൊരു ആർട്ടിക്കിൾ ഞാൻ 3 വീക്സ് മുന്നേ ഞാൻ വായിക്കുകയുണ്ടായി. ഹോപ്പ്ഫുള്ളി ഹൈ ലെവൽ ഓഫ് പ്രോട്ടീൻ ആയതുകൊണ്ട് അതിനുള്ള ഒരു സാധ്യത കൂടി കാണും. ഈവൻ ക്യാൻസറിനും നെർവ്സ് റിലേറ്റഡ്, ന്യൂറോ റിലേറ്റഡ് ഇതിനു വേണ്ടിയിട്ട് കൂടി പാമ്പിൻ്റെ വെനത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി പാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശത്രുവായിട്ട് കാണരുത്. പക്ഷേ ഒരിക്കലും പാമ്പ് നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ അതിന് ആരാധന നമ്മുടെ അമ്പലങ്ങളിൽ പോയി ചെയ്യുന്നത് പോലെ പാല് കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് കോൾ ദ റെസ്ക്യൂവർ. ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എല്ലാ ജില്ലകളിലും 30, 40, 50 വോളണ്ടിയേഴ്സ്, റെസ്ക്യൂവേഴ്സിന് ലൈസൻസ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. യു ജസ്റ്റ് നീഡ് ടു ഹാവ് ദെയർ കോൺടാക്ട് നമ്പേഴ്സ്. അത്രയേ വേണ്ടൂ. അവരെ വിളിക്കുക, അവർ വന്ന് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? പാമ്പാണ്. ആ പാമ്പിനെ അവർ അവിടുന്ന് എടുത്ത് മാറ്റിക്കോളും. സോ വടി ഒരിക്കലും ഒരു ഇതല്ല. മൊബൈൽ എടുക്കുക, റെസ്ക്യൂവേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക, ദേ വിൽ കം ആൻഡ് റെസ്ക്യൂ ദ സ്നേക്ക്.
ഇത്രയും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മൃഗമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാം തെറ്റിദ്ധാരണകളാണ്, എല്ലാം അന്ധവിശ്വാസങ്ങളാണ്. നമ്മുടെ പൂർവികർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അൺഫോർച്ചുനേറ്റ്ലി ദേ നെവർ കണക്റ്റഡ് ടു സയൻസ്. ഒന്നുകിൽ അവർക്ക് അറിയില്ലാമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അറിവ് സയൻസ് അല്ലാതെ ബാക്കിയുള്ള റിലീജിയസ് ആക്ടിവിറ്റിയിലേക്ക് കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. വെൻ വി ആർ ലിവിങ് ഇൻ 2021 ഡെഫിനറ്റ്ലി ലോജിക് റേഷണലായിട്ട് നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണ്. പാമ്പിന് പാല് കൊടുക്കുന്നു. പാലൊന്നും പാമ്പിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് വെരി വെരി ക്ലിയർ. പാമ്പിൻ്റെ തലയ്ക്ക് നാഗമാണിക്യം ഉണ്ടെന്ന് പറയുന്നു. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയുണ്ട് എന്ന് ഇന്ന് ഒരു എക്സ്റേ എടുത്താൽ അറിയാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്താൽ അറിയാം. എത്രയോ പാമ്പുകളെ പോസ്റ്റ്മോർട്ടം ഞങ്ങൾ ചെയ്യുന്നതാണ്. സോ അതിന് ഇങ്ങനെയുള്ള ഒരു എക്സ്ട്രാ ഒരു ഐറ്റം ഉണ്ട് എന്ന് ഇതുവരെ ഇന്ത്യയിൽ ആരും കണ്ടിട്ടില്ല. സോ പാമ്പുകളെ പറ്റിയുള്ള അന്ധവിശ്വാസങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. അതിന് ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ മാറണമെന്നില്ല. നിങ്ങൾ തന്നെ കുറച്ച് അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഒരു വിഷയത്തിൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുക. സോ പാമ്പിനെ കൊണ്ടുള്ള ഗുണങ്ങളും പാമ്പിൻ്റെ അന്ധവിശ്വാസങ്ങളും, പാമ്പ് പകപോറ്റെന്നൊക്കെ എത്രയോ പേര് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ. പാമ്പിന് അങ്ങനെയുള്ളൊരു മെമ്മറി ഇല്ല, അവരുടെ ബ്രെയിൻ അങ്ങനെ ഡെവലപ്പ് ആയിട്ടില്ല. ദെൻ ഹൗ ക്യാൻ ദേ ഡു ഇറ്റ്? അത്രത്തോളം ഒരു സിമ്പിളായ കാര്യം നമുക്ക് ആലോചിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. സോ ഒരു കാലഘട്ടത്തും പാമ്പിന് പകവയ്ക്കാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി പണ്ട് കാലങ്ങളിലുള്ള തമിഴും മലയാളവും ഹിന്ദി സിനിമയൊക്കെയാണ് മനുഷ്യരെ ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ ഞാൻ ഒന്നുകൂടി പറയട്ടെ, വിവേകബുദ്ധിയുള്ള മനുഷ്യർ ഒന്ന് മനസ്സിലാക്കണം, ഇതൊക്കെ കഥകളാണ്, ഇതൊക്കെ ഇമാജിനേഷനാണ്. ആ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും ആ ഡയറക്ടറുടെയും ഒരു ഇമാജിനേഷൻ വെച്ചിട്ടാണ് അവർ മൂവി ഉണ്ടാക്കുന്നത്. അതൊക്കെ ഒരു സത്യമാണ് എന്ന് കരുതി ഇന്ന് നമ്മളൊരു മൂവി ബേസ്ഡായിട്ട് ഒരു മൃഗത്തിനെ കാണരുത് ദയവ് ചെയ്തിട്ട്. സോ ഓൾ മിത്സ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യസ് റിലേറ്റഡ് ടു സ്നേക്ക് നമ്മളെപ്പോഴും അത് ഒഴിവാക്കാൻ ശ്രമിക്കാം, അറിയാൻ ശ്രമിക്കാം. പാമ്പ് കടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടി തന്നെയാണ്. കാരണം ഒരു വർഷം തന്നെ അറൗണ്ട് ഒരു 1 lakh+ ആൾക്കാരാണ് പാമ്പ് കടിച്ച് ഇന്ന് ഇന്ത്യയിൽ മരിക്കുന്നത്. ഇനിയും ഇത്ര ഗൗരവത്തോടെ ഈ ഒരു സബ്ജക്റ്റിനെ നമ്മുടെ ഗവൺമെൻറ് എടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഐ മീൻ ദ ഹോൾ ഇന്ത്യൻ ഗവൺമെൻറ്. ഇത് എത്രയോ പെട്ടെന്ന് നമുക്ക് ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്താണെന്നറിയില്ല, എത്ര പ്രഷർ ഉണ്ടെങ്കിലും ഈ വിഷയത്തിന് ഇന്നും ഗവൺമെൻറ് വേണ്ട രീതിയിൽ അതിൻ്റെ പ്രയോറിറ്റി കൊടുത്ത് എടുത്തിട്ടില്ല. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടംപോലെ പാമ്പുണ്ടാവും, പാമ്പില്ലാതെ ഇരിക്കില്ല. ഒരു സ്ഥലം കൂടി പാമ്പില്ലാത്ത ഇടം ഇന്ത്യയിൽ ഉണ്ടാവില്ല. നമ്മുടെ പറമ്പിലായാലും ശരി, മുറ്റത്തായാലും ശരി, അത് അവരുടെ വീടാണ്. ഞങ്ങളാണ് ഇവിടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ചോദിക്കേണ്ടത്, പാമ്പ് വന്നിട്ട് എത്ര മില്യൺസ് ഓഫ് ഇയേഴ്സായി? മനുഷ്യർ വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആവുന്നുള്ളൂ ഈ ഭൂമിയിൽ വന്നിട്ട്. സോ ആർക്കാണ് കൂടുതൽ അവകാശമുള്ളത്? യെസ്, ഓൺ റെക്കോർഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലാൻഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും, ടാക്സ് അടയ്ക്കുന്നുണ്ടാവും, അതൊക്കെ ശരി തന്നെ. പക്ഷേ എത്രയോ വർഷങ്ങളായിട്ട് അവർ ഈ ഭൂമിയിലെ അവകാശികളാണ്. നമ്മളാണ് ആക്ച്വലി കുടിയേറി പാർത്തിരിക്കുന്നത്. സോ പാമ്പിനെ കണ്ടാൽ എന്ത് വേണം എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇതിനു മുമ്പിൽ പറഞ്ഞു, റെസ്ക്യൂവറിനെ വിളിക്കുക. സപ്പോസ് അറിയാതെ പാമ്പ് കടി ഏൽക്കുന്നു, പാമ്പ് കടി ഏറ്റാൽ എന്ത് വേണം? അവിടെയും അന്ധവിശ്വാസമാണ് കുറേയൊക്കെ നമ്മൾ ലീഡ് ചെയ്യുന്നത്. വെരി സിമ്പിൾ. മോഡേൺ സയൻസിൽ ഈ സ്നേക്ക് ബൈറ്റ് ട്രീറ്റ്മെൻറ്റിന് ആൻറ്റിവെനം മാത്രമാണ് ഒരു പരിഹാരം. വേറെ ഒരു പരിഹാരവും മോഡേൺ മെഡിസിനിൽ മാത്രമേ ഉള്ളൂ. വേറൊരു പരിഹാരവും നിങ്ങൾ തേടരുതെന്ന് ഞാൻ പറയും. അതിനെ ഞാൻ കംപ്ലീറ്റ് തട്ടിപ്പാണെന്ന് ഞാനിപ്പോൾ പറയില്ല. കാരണം നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ. വി കനോട്ട് ടേക്ക് എ ചാൻസ്. ചിലപ്പം ചില പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരു 80 to 90% പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടണമെങ്കിൽ, എഗെയിൻ ബാക്ക് ടു നോർമൽ വരണമെന്നുണ്ടെങ്കിൽ അത് 100% ഇന്ന് ഞങ്ങൾക്ക് മോഡേൺ സയൻസിൽ ആൻറ്റി സ്നേക്ക് വെനം, അതായത് ബിഗ് 4 എന്ന് പറയുന്ന മൂർഖൻ, നമ്മുടെ ക്രേറ്റ്, റസൽസ് വൈപ്പർ ആൻഡ് സോസ്കെയിൽഡ് വൈപ്പർ, ഈ 4 വിഷമുള്ള പാമ്പുകളുടെയും
വെനമെടുത്ത് കുതിരയിൽ കുത്തിവെച്ച് എഗെയിൻ അതിൻ്റെ ആൻറ്റിബോഡി എടുത്ത് ഉണ്ടാക്കുന്നതാണ് ആൻറ്റി സ്നേക്ക് വെനം ASV എന്ന് പറയുന്നത്. അതുമാത്രമേ ഇന്ന് ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളൂ. ഇമ്മീഡിയറ്റ്ലി പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാനുള്ളത് ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ പാമ്പ് കടിയേറ്റവരെ എത്രത്തോളം സമാധാനിപ്പിക്കാൻ പറ്റുമോ സമാധാനിപ്പിക്കുക. കാരണം ഇത് ബ്ലഡിലേക്ക് പോവാം, നെർവസ് സിസ്റ്റത്തിലേക്ക് കിടക്കാം. 2 ടൈപ്പാണ് പാമ്പുള്ളത് ഇല്ലേ, ഒന്ന് ന്യൂറോടോക്സിനും ഒന്ന് ഹീമോടോക്സിനും. ചില പാമ്പുകൾ കടിച്ചാൽ അത് നെർവ്സിലേക്ക് പോകുന്നു, ചില പാമ്പുകൾ അത് ബ്ലഡിലേക്ക് പോകുന്നു. സോ ബ്ലഡ് സർക്കുലേഷനും മറ്റുള്ള വിധത്തിലുള്ള ഇഷ്യൂസ് കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കുക. സോ ഡോണ്ട് ഗെറ്റ് പാനിക്. നമ്മൾ പാനിക് ആകുമ്പോൾ നമ്മുടെ എന്താവുക, നമ്മുടെ BP, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ്. സോ എന്ത് പാമ്പ് കടിച്ചാലും അവരെ സമാധാനിപ്പിക്കുക. സാരമില്ല, ഇത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതി. പാമ്പ് കടിച്ചിട്ട് കളവ് പറഞ്ഞാലും സാരമില്ലയോ, അത് വെറുതെ ചേരയാണെന്ന് പറഞ്ഞാലും സാരമില്ല. കാരണം നമ്മൾ ആ സമയത്ത് ആ പേഷ്യൻറ്റിനെ കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുക എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ദൗത്യം. അതിനുശേഷം പണ്ടുള്ളവരെന്താ ചെയ്യുക, മുറുക്കി കെട്ടും അല്ലേ. ഞങ്ങളുടെ കുറേയൊക്കെ സിനിമയിൽ കാണാം, തമാശയായിട്ട് വരാറുണ്ടായിരുന്നു. കഴുത്തിൽ കടിച്ചാൽ അല്ലെങ്കിൽ തലയിൽ കടിച്ചാൽ എവിടെ കെട്ടണം, കഴുത്തിൽ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തമാശകളൊക്കെ പണ്ട് വന്നിരുന്നു. പക്ഷേ അതൊന്നും ഒരു സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കരുത്. കാരണം പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ അധികം ടൈറ്റിൽ കെട്ടരുത്. കാരണം ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിലും നമ്മുടെ ബോഡിയിൽ കഷ്ടമാണ്. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ ആ പാർട്ട് പിന്നെ ആംപ്യൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ വരും. സോ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പിൽ തന്നെ ചെറിയൊരു ഒരു നോട്ട് അവിടെ ഇടുക. കടിച്ച ഭാഗത്തിൻ്റെ ഒരു 2 ഇഞ്ചസ് 3 ഇഞ്ചസിന് മുകളിൽ ഒരു നോട്ട് അവിടെ ഇടുക. കയറുകൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ എന്തായാലും ശരി, ബാൻഡായാലും ശരി, എന്തായാലും. പക്ഷേ ടൈറ്റ് ആവരുത് ഡെഫിനറ്റ്ലി. കാരണം ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ എഗെയിൻ ആ ഇഷ്യൂ വരികയാണ്. ആൻഡ് ഒരു കാലഘട്ടത്തും ഈ പേഷ്യൻറ്റിനെ നടത്തി കൊണ്ടുപോകരുത്. 2-3 പേര് കൂടി എടുത്ത് വണ്ടിയിലിരുത്തുക. ഭക്ഷണമോ അങ്ങനെയുള്ള വെള്ളമോ ഒന്നും കൊടുക്കരുത്. നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് തന്നെ ഈ കാണുന്ന വീഡിയോ അവർ ഇമ്മീഡിയറ്റ്ലി അടുത്തുള്ള നിയറസ്റ്റ് ഹോസ്പിറ്റൽ എവിടെയാണ് സ്നേക്ക് വെനം ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ള നമ്പർ എഴുതി വെക്കുക. കാരണം നമ്മുടെ അടുത്ത് ആയിരക്കണക്കിന് നമ്പർ ഉണ്ടാവും. ബട്ട് വെൻ വി നീഡ് നമുക്കത് കിട്ടില്ല, വേണ്ട നമ്പർ കിട്ടില്ല. സോ ഈ നമ്പറും കൂടി നിങ്ങളുടെ മൊബൈലിൽ ഫീഡ് ചെയ്ത് വെക്കുക. അവിടെ സ്നേക്ക് വെനത്തിന് ആൻറ്റി സ്നേക്ക് വെനം ട്രീറ്റ്മെൻറ്റ് അവിടെ ചെയ്യുന്നുണ്ടോ എന്നില്ലയോ എന്ന് നിങ്ങൾ ക്ലിയറായിട്ടത് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുക. ഓർ സർപ്പ ആപ്പ് എന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ലിസ്റ്റ് ഓഫ് ഓൾ ദ ഹോസ്പിറ്റൽസ്. നിങ്ങൾ ഏത് ലൊക്കേഷനിലാണല്ലോ ഉള്ളത് അതിൻ്റെ നിയറസ്റ്റ് 25 കിലോമീറ്റേഴ്സ് 50 കിലോമീറ്റേഴ്സ് ഹോസ്പിറ്റൽസ് ഉണ്ടാവും. ആ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് കിട്ടുക. ഓൺ ദ വേ ഈവൻ കോൾ ദി ഹോസ്പിറ്റൽ സെയിങ് ദാറ്റ് ഓക്കെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. അത്രത്തോളം അവരും അവിടെ റെഡി ആയിട്ട് നിൽക്കുമല്ലോ. ബിക്കോസ് ഫസ്റ്റ് 1 hour ഈസ് കോൾഡ് ഗോൾഡൻ അവർ. അത് ഞങ്ങൾ മിസ്സാക്കരുത്. പിന്നെ പലരും ചെയ്യുന്ന ഒരു അബദ്ധം നിങ്ങൾക്കെല്ലാവരും അറിയാം. ഞങ്ങൾ എല്ലാവരും പേപ്പർ വായിക്കുന്നവരാണ്, എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ അറിയുന്നവരാണ് കേരളക്കാർ. പക്ഷേ എന്നാലും ചിലപ്പോൾ ഞങ്ങളുടെ വിവേകബുദ്ധി ഉപയോഗിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല. നമ്മൾ വയനാട്ടിൽ ആ ഒരു കുട്ടി മരിച്ച, ആ സ്കൂളിൽ കുട്ടി മരിച്ച് 3 ഹോസ്പിറ്റലിലേക്കാണ് അവർ മാറി കൊണ്ടുപോയത്. ആദ്യം കൊണ്ടുപോയി ഒരു മുക്കാൽ മണിക്കൂർ അവിടെ ചിലവായി. എഗെയിൻ അടുത്ത് അല്ലെങ്കിൽ പാമ്പ് കടിച്ചാൽ പെട്ടെന്നൊന്നും മരിക്കില്ല. ഓക്കെ, അതിൻ്റെതായ സമയങ്ങളുണ്ട്, അതിൻ്റെതായ സിംറ്റംസ് ഉണ്ട്. സോ അൺടിൽ അൺലെസ് നമ്മൾ ഇതൊന്നും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പ്രോബ്ലമാണ്. 3-4 ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാതെ ഇരിക്കുക. വിഷവൈദ്യൻ അവരുടെ അടുത്തൊന്നും കൊണ്ടുപോകരുത്. അവർ, ഞാൻ എഗെയിൻ പറയുകയാണ്, തട്ടിപ്പാണെന്ന് ഞാൻ പറയില്ല. ബട്ട് ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് ടു ആൻറ്റി സ്നേക്ക് വെനം. ഡയറക്റ്റായിട്ട് എവിടെയാണോ ഹോസ്പിറ്റൽ ഉള്ളത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഡോക്ടേഴ്സ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ആ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അവർക്കറിയാം വെനം പോയിട്ടുണ്ടോ, വെനം ഇല്ലാത്ത പാമ്പ് ആണോ എന്താണെന്നൊക്കെ. അതൊക്കെ ബ്ലഡും നെർവസ് സിസ്റ്റവും അവരുടെ ബാക്കിയുള്ള സിംറ്റംസൊക്കെ നോക്കി അവരറിയാം. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ. എപ്പോഴും എല്ലാവരും വിചാരിക്കും വെനമുള്ള പാമ്പ് കടിച്ചാൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോകണ്ടൂ. അല്ല, വെനമില്ലാത്ത പാമ്പ് കടിച്ചാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം. ഓൾ ദീസ് തിങ്സ് ദിസ് ഇൻഫർമേഷൻ യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ് എനിവെയർ. കാരണം എല്ലാ പാമ്പുകളുടെയും വായിൽ ബാക്ടീരിയാസാണ്. ആ ബാക്ടീരിയാസ് കടിച്ച സ്ഥലത്ത് ഇൻഫെക്ഷൻ വരാനുള്ള കാരണമുണ്ട്. സോ TT അങ്ങനത്തെ മറ്റുള്ള ഇതുകൂടി എടുക്കുന്നത് ഏറ്റവും ഉപകാരമായിരിക്കും. വിഷമില്ലാത്ത പാമ്പാണല്ലോ കടിച്ചത്, സോ ലെറ്റ്സ് നോട്ട് ഗോ എന്നുള്ള ഒരു ഇത് വേണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ പാമ്പിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് വെച്ചോളൂ. പണ്ടുള്ളവർ പറയും കടിച്ച പാമ്പിനെയും കൊന്നിട്ട് കൊണ്ടുപോകുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇപ്പോൾ 4 പാമ്പുകൾക്കും വേണ്ടി ഒരു ആൻറ്റി
സ്നേക്ക് വെനമാണ് കൊടുക്കുന്നത്. പണ്ട് അങ്ങനെയായിരുന്നില്ല, ഓരോ പാമ്പുകൾക്കും ഓരോ വെനം, ഇത് ആൻറ്റി സ്നേക്ക് വെനമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആ പാമ്പിൻ്റെ പിറകിൽ പോയി സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല. സോ പ്ലീസ് എൻഷുർ യു ഡോണ്ട് വേസ്റ്റ് ദ ഫസ്റ്റ് 1 hour സ്നേക്ക് ബൈറ്റിൻ്റെ കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുക. സോ ദയവ് ചെയ്ത് ഞാൻ ഒന്നേ നിങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ, കഴിഞ്ഞ 26-27 വർഷമായി ഈ ഫീൽഡിലുണ്ട്. എന്നേക്കാൾ സീനിയേഴ്സ് ഇന്ന് രാജവെമ്പാലകളും മറ്റുള്ള പാമ്പുകളുമായിട്ട് ഡീൽ ചെയ്യുന്നവരുണ്ട്. വല്ലപ്പോഴും ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഒരു പാമ്പ് കടിക്കുക. നമ്മൾ അവരെ ചവിട്ടിയാൽ പാമ്പ് കടിക്കും ഡെഫിനറ്റ്ലി. അത് പാമ്പ് മാത്രമല്ല, ഏത് മൃഗമാണെങ്കിലും ശരി, ഒരു മനുഷ്യനാണെങ്കിലും ചെയ്യുന്ന ഒരു റിഫ്ലക്റ്റീവ് ആക്ഷനാണത്. വേദനിക്കുമ്പോൾ ഇമീഡിയറ്റ്ലി അതിന് ഒരു റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് പാമ്പുകൾ മാത്രമല്ല, അത് കടുവയാണെങ്കിലും ശരി, എലിഫൻസ് ആയാലും ശരി. സോഷ്യൽ മീഡിയയിലൊക്കെ യു വിൽ ബി സീയിങ് പ്ലെൻറ്റി ഓഫ് വീഡിയോസ്. എത്ര വിവേകബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ മനുഷ്യർ പെരുമാറുന്നത്. സോ അവരെപ്പോഴും ലോ ഓഫ് നേച്ചർ ഫോളോ ചെയ്യാറുണ്ട്. സോ പാമ്പിന് ഒരിക്കലും വില്ലനായിട്ട് നിങ്ങൾ കാണരുത്. പാമ്പ് നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി കെട്ടിപ്പിടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ റെസ്പെക്ട് ദം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ അടുത്ത ജനറേഷനും വരുന്ന ജനറേഷനുമാണ് നമ്മൾ ഈ പാമ്പിനെയും പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കണമെന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് പാമ്പ് വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന്. പാമ്പ് വരാതിരിക്കാൻ വളരെ സിമ്പിളായ ഒരു കാരണമാണ്, വീടും പരിസരവും ക്ലീനാക്കി വെക്കുക. പാമ്പ് എന്തിനാണ് വരുന്നത്? ഭക്ഷണത്തിനാണ്. ഭക്ഷണം എന്താണ്? എലിയാണ്. ആ എലികൾ എന്തിനു വരുന്നു? വേസ്റ്റ് ഞങ്ങൾ ഇടുമ്പോൾ വരുന്നു. സോ ഒരിക്കലും ഇതൊരു സൈക്കിളല്ലേ, അപ്പോൾ ഒരിക്കലും ഈ സൈക്കിൾ എവിടെയെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാമ്പ് വരില്ല, എലി വരില്ല. സോ വീടും പരിസരവും വൃത്തിയാക്കി വെക്കുക. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ഒരു കാരണവശാലും ടോർച്ചോ അല്ലെങ്കിൽ ചെരുപ്പോ ഇല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുത്. ഇതൊക്കെ നമ്മുടെ ഒരു ബേസിക്കായ പ്രിൻസിപ്പിൾസാണ്, ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇത് ഫോളോ ചെയ്യേണ്ടത്. സോ എന്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ കോൺടാക്റ്റ് നമ്പർ 9495186663. എനി ടൈം റിഗാർഡിംഗ് സ്നേക്സ് ഓർ വൈൽഡ് ആനിമൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. കണ്ണൂർ വൈൽഡ് ലൈഫ് റെസ്ക്യൂവേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ കണ്ണൂർ ജില്ലയിൽ പല ഭാഗങ്ങളിലുണ്ട്. അവരുടെ സേവനവും നിങ്ങൾക്ക് ലഭ്യമാണ്. സോ എല്ലാവരെയും ജീവിക്കാൻ വിടുക. നമുക്ക് വിവേക ബുദ്ധിയുള്ളത് കൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധയോടെ നമുക്ക് ജീവിക്കാം. താങ്ക് യു. ഒരു കുടക്കീഴിൽ എല്ലാം ഒരുക്കി പയ്യന്നൂരിന്റെ സ്വന്തം ഓറ ഹോം സെന്റർ.